കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്ത് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഈ ഫ്രൈ തയ്യാറാക്കാനായിട്ട് വഴുതനങ്ങയാണ് കേട്ടോ വേണ്ടത്. ഏത് ടൈപ്പിലുള്ള വഴുതനങ്ങ വേണമെങ്കിലും എടുക്കാം. നല്ല ഫ്രഷ് വഴുതനങ്ങയാണ് കേട്ടോ. അപ്പോഴാകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് റൗണ്ടായിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഇതേപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തത്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. റൗണ്ടായിട്ട് കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ കേട്ടോ. വളരെ നൈസാവാൻ പാടില്ല. ഇത്രയും വേണമെന്നില്ല, എന്നാലും കുറയ്ക്കാം. അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. വളരെ നൈസാവാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ വഴുതനങ്ങയ്ക്ക് ഒരു കട്ടിപ്പ് ഉണ്ടാവില്ലേ, അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊക്കെ കഴുകി വെള്ളം വാരാനായിട്ടൊക്കെ വെച്ച് എടുത്തു വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തോ. പിന്നെ അല്പം ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പാകത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഇനി വേണ്ടത് അരിപ്പൊടിയോ കോൺഫ്ലവറോ ആണ്. ഞാനിവിടെ കുറച്ച് കോൺഫ്ലവറാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കുറച്ച് കോട്ടിങ്ങൊക്കെ വരുമ്പോഴേ. ഇപ്പം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇനി ഒരു ചെറുനാരങ്ങയുടെ കുറച്ച് ജ്യൂസ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ജ്യൂസൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ആ പുളിപ്പൊക്കെ ചേരുമ്പോഴേ അതിനാണ് കേട്ടോ. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി കുറച്ച് ജ്യൂസാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി അല്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുഴമ്പ് പോലെ ആക്കിയെടുക്കാം. കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് ഇതിലേക്കൊക്കെ വഴുതനങ്ങയിലേക്കൊക്കെ നമുക്കത് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത്തിരി വെള്ളം ചേർത്തിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം. കൂടുതൽ സമയം വെക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ രണ്ട് ഭാഗത്തൊന്ന് പിടിച്ചിരിക്കട്ടെ കേട്ടോ. കുട്ടിയുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരുടെ അഭിപ്രായം കൂടി പറയണം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. കൂടുതൽ സമയം ഫ്രൈ ആക്കിയിട്ട് വെക്കാനൊന്നും പാടില്ല. അപ്പോഴേ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തു. കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ, കുറച്ച് മുങ്ങാൻ വേണ്ടിയിട്ടേ. നമുക്ക് ഡീപ്പ് ഫ്രൈ വേണ്ട, ഷാലോ ഫ്രൈ മതി. എന്നാലും അത്യാവശ്യം എണ്ണയൊക്കെ ഉണ്ടാവണം. മീനൊക്കെ ഫ്രൈ ചെയ്യണ പോലെ തന്നെ. അല്പസമയം സ്ലോവിലിട്ടിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ആ വഴുവഴുപ്പൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ. എല്ലാവരുടെ അഭിപ്രായം പറയണം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.